വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലീനിങ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ? വിവേചനം എന്നാണ് അതിൻ്റെ മലയാളം. എന്താ കുഞ്ഞുങ്ങളെ? വിവേചനം. എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ എതിരെ. അപ്പോൾ വിവേചനത്തിനെതിരെ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിൽ നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ കുറേ വാക്കുകളാണ് ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കണേ, ടെസ്റ്റിനകത്തിൽ നോക്കണേ. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശമില്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്കും ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നാണ് കണ്ടോ നമ്മുടെ നെൽസൺ മണ്ടേല പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താ പറയുന്നത് കേട്ടോ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് നോക്കണേ നിങ്ങൾ. ഇപ്പുറത്ത് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. ആരാണ് ഈ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങളെ, നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം എന്താ? ആരാണ് ഈ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും കൂടി എടുക്കാം. നോക്കിക്കേ. ഹൂ പ്രാക്ടീസ്ഡ് റാഷ്യൽ RACIAL എന്നാട്ടോ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന് വെച്ചാൽ ഹൂ പ്രാക്ടീസ്ഡ്, ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയെന്നാണ്. ഇംഗ്ലീഷും മലയാളവും ചോദ്യമുണ്ടേ. ആരാ നിങ്ങളെ? ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വെളുത്തവർഗക്കാരുടെ വിവിധ ഗവൺമെൻറ്റുകളാണ്. എന്താ നിങ്ങളെ? ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വെളുത്ത വർഗക്കാരുടെ വിവിധ ഗവൺമെൻറ്റുകളാണ്. ടെസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം അങ്ങ് പറയാം. വേരിയസ് വൈറ്റ് ഗവൺമെൻറ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പറയാൻ അറിയണേ നിങ്ങൾ, എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ ആണോ? അടുത്തത്, ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? നമ്മളിപ്പോൾ വായിച്ചില്ലേ? അതാ ഉദ്ദേശിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? നോക്കൂ നിങ്ങളെ, അതൊരു ചോദ്യമായിട്ടാണ്. ഓക്കെ, ഇൻ വിച്ച് സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇൻ വിച്ച് സിറ്റുവേഷൻസ് വുഡ് നെൽസൺ മണ്ടേല ഹാവ് അണ്ടർഗോ സച്ച് എ ട്രയൽ? ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചന നയത്തിനെതിരെ പോരാടിയ സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിവേചനം നേരിടേണ്ടി വന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ എഴുതിയില്ല ഇല്ലയോ? അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. ഏത് സാഹചര്യത്തിൽ നിന്നുണ്ട് എന്നോട്ട് ഞാനത് എഴുതിയില്ലായിരുന്നു കേട്ടോ, നിങ്ങൾ അതങ്ങ് എഴുതിയെടുക്കണേ. അതായത് നെൽസൺ മണ്ടേല ഹാർഡ് ടു ഫേസ് കേട്ടോ. അത് ഞാൻ മലയാളം ഇംഗ്ലീഷ് എഴുതാൻ മറന്നുപോയി കേട്ടോ. എന്താ നിങ്ങളെ? നെൽസൺ മണ്ടേല ഹാർഡ് ടു ഫേസ് FACE ഫേസ് സച്ച് SUCH സച്ച് ട്രയൽ TRIAL ട്രയൽ വെൻ ഹി ഫോട്ട് FOUGHT ഫോട്ട് എഗെയിൻസ്റ്റ് AGAINST എഗെയിൻസ്റ്റ് ദി അപ്പാർത്തീഡ് പോളിസി. അപ്പാർത്തീഡ് പോളിസിയെക്കുറിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക കേട്ടോ. അപ്പാർത്തീഡ് പോളിസി എന്ന് വെച്ചാൽ വർണ്ണവിവേചനത്തെക്കുറിച്ചാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചന നയത്തിനെതിരെ പോരാടിയ സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരമൊരു, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ കുറേ കാര്യങ്ങൾ, അത്തരമൊരു വിചാരണ നേരിടേണ്ടി വന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസറായി. അടുത്ത മൂന്നാമത് ഞാൻ എഴുതാൻ മറന്നുപോയത് കേട്ടോ. വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. എന്താ നിങ്ങളെ? വർണ്ണം എന്ന് വെച്ചാൽ നിറം കേട്ടോ. നിറത്തിൻ്റെ പേരിൽ ഇവർ കറുത്ത വർഗ്ഗക്കാരായിരുന്നു നിങ്ങളെ. അപ്പം നമ്മൾ എന്താ വെളുത്ത വർഗ്ഗക്കാരിലായിരുന്നോ? 2 വർഗ്ഗക്കാരെ കുറിച്ച് അറിയത്തില്ലേ? അപ്പോൾ ഇവർ തങ്ങളിൽ വഴക്കായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ വലിയൊരു കഥ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത്
ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചേ ഉള്ളൂ, ഒരുപാട് ഈ നെൽസൺ മണ്ടേലയെക്കുറിച്ച് പഠിക്കാനുണ്ട്. വർണ്ണത്തിൻ്റെ കളറിൻ്റെ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ്. ആരാണ്? നെൽസൺ മണ്ടേല. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതിക്കോണേ ആരാണ് കേട്ടോ. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ 30 ദശാബ്ദം അല്ലേ, 30 വർഷത്തോളം അല്ലേ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ നാം അറിയേണ്ടതുണ്ട്. താഴോട്ട് കൊടുത്തേക്കുന്നുണ്ടോ? കണ്ടോ, കാണാൻ പറ്റുന്നോ നിങ്ങളെ? കണ്ടോ? അപ്പോൾ വിച്ച് സൗത്ത് ആഫ്രിക്ക ഈസ് സിറ്റുവേറ്റഡ്, അങ്ങനെ ഒരു വൺ വേർഡ് ചോദ്യം. ദ കോണ്ടിനെന്റ് വിച്ച് സൗത്ത് ആഫ്രിക്ക ഈസ് സിറ്റുവേറ്റഡ്, ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാവും ഞങ്ങളെ സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ് അല്ലേ. ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. ക്യാപിറ്റൽ ഓഫ് സൗത്ത് ആഫ്രിക്ക, ഈ സൗത്ത് ആഫ്രിക്ക അല്ല ദക്ഷിണാഫ്രിക്കയുടെ ക്യാപിറ്റൽ ഏതാവും ഞങ്ങളെ? ഇതിന് 3 തലസ്ഥാനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അതിനെ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. 3 തലസ്ഥാനങ്ങളുണ്ട്. ഭരണ തലസ്ഥാനം അതായത് പ്രിറ്റോറിയ, വായിക്കാൻ അറിയണേ, നമ്മളത് വായിച്ചില്ല ടെസ്റ്റിൽ. എന്നാലും ഭരണ തലസ്ഥാനം ദ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ പ്രിറ്റോറിയ, PRETORIA. ഇതൊക്കെ ഒരു മാർക്കിനും മാച്ച് ദ ഫോളോയിങ്ങും ഫില്ലപ്പിനും ഒക്കെ ചോദിക്കുന്ന കേട്ടോ. പ്രിറ്റോറിയ. നിയമനിർമ്മാണ തലസ്ഥാനം ദ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ കേപ്പ് ടൗൺ ആണ് കേട്ടോ. കേപ്പ് ടൗൺ. ജുഡീഷ്യൽ തലസ്ഥാനം ദ ജുഡീഷ്യൽ ക്യാപിറ്റൽ ബ്ലൂം ഫോണ്ടെയിൻ. ബ്ലൂം ഫോണ്ടെയിൻ കേട്ടോ. എല്ലാം നല്ല ഓരോ അക്ഷരം വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3 തലസ്ഥാനങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ട്. ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഈ 4 ക്വസ്റ്റ്യൻ ആൻസർ നല്ലതുപോലെ പഠിക്കണേ. അഥവാ നമ്മൾ ടെസ്റ്റിനകത്തിൽ നോക്കിയോ നിങ്ങളെ, ഇവിടെ കുറേ ലോക ഭൂപടത്തിൽ കുറേ വൻകരകളുടെ കളർ കൊടുത്തിട്ടുണ്ടല്ലേ. പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, എല്ലാം കോണ്ടിനെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിന്നെന്താ ലോക വൻകരകൾ അല്ലേ. ഓക്കെ, ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. ഏത് വൻകരയിലാവും നിങ്ങളെ? ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് ദക്ഷിണാഫ്രിക്ക. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, അടുത്ത ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചാണ്. സ്ഥാനം, ഭൂപ്രകൃതി. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഇനി നമ്മൾ ഈ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്താ നിങ്ങളെ? ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക. ഇംഗ്ലീഷുകാർക്ക് എന്താ നിങ്ങളെ? സൗത്ത് ആഫ്രിക്ക എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നോക്കണേ നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലേ ആഫ്രിക്കൻ വൻകരയുടെ ആഫ്രിക്കൻ വൻകര ഏതൊക്കെയാവും നിങ്ങളെ ഇവിടെ ഉണ്ട്? ആഫ്രിക്കൻ വൻകരയുടെ എവിടെ? തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് അല്ലേ. ഇവിടെ അറ്റ്ലാന്റിക് വന്നാണ്ട് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് കണ്ടോ. അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. നല്ല ഭൂപ്രകൃതിയാണ്. നമ്മുടെ കേരളം പോലെ നല്ല ഭൂപ്രകൃതിയാണ് അല്ലേ അവിടെ. പിന്നെ വിശാലമായ തീരപ്രദേശങ്ങൾ. ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതിക്കൊണ്ടേ നിങ്ങൾ. അവിടെ വിശാലമായ തീരപ്രദേശങ്ങൾ. ടെസ്റ്റിൽ ഓൾറെഡി തന്നുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല, കാരണം ഇത് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. അപ്പം നമ്മുടെ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതിക്കോണേ. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. ഗ്ലോബ്, അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ചിട്ട് താഴെ പറയുന്ന വിവരങ്ങൾ എഴുതാനാണ്. നോക്കിക്കേ, ഏതെല്ലാം അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അതാ ഗ്രാഫ് പിക്ചർ നോക്കി എഴുതാനാണ് കേട്ടോ. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്,
കേട്ടോ. ഇത് ചിലപ്പോൾ 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കുക. ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. ചോദ്യം കേട്ടോണേ കുഞ്ഞുങ്ങളെ. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ, അതൊരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ, ഈ യൂറോപ്യന്മാരുണ്ടല്ലോ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. പണ്ടത്തെ കാര്യങ്ങളാട്ടോ. ഇങ്ങനെ യൂറോപ്യൻകാർ വന്നായിരുന്നല്ലോ. ഈ യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങളിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഈ ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അവിടെ എത്താറാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരു നോക്കണേ നിങ്ങളിവിടെ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റത്തുള്ള ഭൂമി ശാസ്ത്രപരമായ സ്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്ക എന്ന പേരുണ്ടായത്. എന്താ നിങ്ങളെ ദക്ഷിണാഫ്രിക്ക ഉണ്ടായത് എങ്ങനെ? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്ക എന്ന പേരുണ്ടായത് കേട്ടോ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. ഇനി ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെട്ടു. എന്താണ് ഈ കോളനിവൽക്കരണം? കൊളോണൈസേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഇംഗ്ലീഷുകാർക്ക് നോക്കണേ, എന്താണ് കൊളോണൈസേഷൻ? വായിക്കാൻ അറിയണേ. കൊളോണൈസേഷൻ കേട്ടോ. കോളനിവൽക്കരണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടായതുകൊണ്ട് വായിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. കോളനിവൽക്കരണം, കൊളോണൈസേഷൻ അങ്ങനെ പഠിച്ചാൽ അപ്പോൾ സ്പെല്ലിങ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. Colonization is the political, social, economic and cultural domination and control of one country over another regions and its people. എന്താവും നിങ്ങളെ ഒരു രാജ്യം എന്താ നോക്കിയേ മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം അല്ലെങ്കിൽ കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. മലയാളം എന്താണ്? പൊളിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ രാഷ്ട്രീയം, സോഷ്യൽ എന്ന് വെച്ചാൽ സാമൂഹികം, എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികം, കൾച്ചറൽ ഡൊമിനേഷൻ സാംസ്കാരികപരമായിട്ട് കേട്ടോ, ആൻഡ് കൺട്രോൾ നിയന്ത്രണത്തിൽ ഓഫ് വൺ കൺട്രി ഓരോ രാജ്യങ്ങളും അല്ലേ. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും നല്ലപോലെ പഠിക്കണേ. അത് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ. കൊളോണൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ഓക്കെ ആണോ നിങ്ങളെ? ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻറ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആരെല്ലാമാണ്? ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻറ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആരൊക്കെയോ നിങ്ങളെ? ട്രൈബൽ പീപ്പിൾ ഹൂ ബിലോങ് ടു ദ ഗ്രൂപ്പ് സാൻ ആൻഡ് ഖോസ. ഇക്സഡ് കൊടുത്തിരിക്കുന്നെങ്കിലും നമ്മളെന്താ ഖോസ എന്നാവും നിങ്ങളെ വായിക്കുന്നത് കേട്ടോ. സാൻ ആൻഡ് ഖോസ. ഇംഗ്ലീഷുകാർ കണ്ടോ? സാൻ ആൻഡ് ഖോസ കേട്ടോ. എന്താ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അതൊക്കെ ഈ 2 വാക്കിന് ചിലപ്പോൾ 2 മാർക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ 2 വാക്കൊക്കെ നല്ലതുപോലെ പഠിക്കണം. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? നമ്മൾ ടെസ്റ്റിൽ ഇവിടെ ആണ്ട് കോളനിവൽക്കരണം ഇവിടെ ഓൾറെഡി ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് കണ്ടോ.
ഇനി സാൻ ഖോസ കണ്ടോ നിങ്ങളെ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ആഫ്രിക്കയുടെ, അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ, അതുകൊണ്ടാണ് എഴുതിയത്, ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായിട്ട് ഇവിടെ കുടിയേറ്റം നടത്തിയത് അല്ലേ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. അത് നോക്കിക്കൊണ്ടോ നിങ്ങൾ, എന്താ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. 17-ാം നൂറ്റാണ്ടോട് കൂടി, അത് നോക്കണേ, 17-ാം നൂറ്റാണ്ടോട് കൂടി ആരാണ്, ദക്ഷിണ ആഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാകുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരകളിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അതൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, നോക്കൂ നിങ്ങളെ. അതായത് യൂറോപ്യൻസ് എക്സ്പെൻഡീഷൻസ് ആണ് കേട്ടോ, എക്സ്പെൻഡീഷൻസ് ടു സൗത്ത് ആഫ്രിക്ക. യൂറോപ്യന്മാരുടെ കടന്നുവരവ് എങ്ങനെയൊക്കെയായിരുന്നെന്ന്, യൂറോപ്യന്മാർ ഇങ്ങോട്ട് കടന്നു വന്നത് എങ്ങനെയൊക്കെയാവും നിങ്ങളെ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയത്. ഓരോ പോയിൻ്റായിട്ട് എഴുതിയത് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതെ, ഓരോ പോയിൻ്റായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയത്. 17-ാം നൂറ്റാണ്ടിൽ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമായി. ഈ ഡച്ചുകാരുടെ പ്രധാന കോളനി നമ്മുടെ കേപ്പ് ടൗൺ എന്ന പ്രദേശമായിരുന്നു. ഓരോ നൂറ്റാണ്ട് നോക്കണേ, ഒന്ന് ഫസ്റ്റ് 15 കേട്ടോ, പിന്നെ 17 കണ്ടോ, പിന്നെ 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു എന്നാണ്. 3 പോയിന്റ് കണ്ടോ. ഇനി ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും? ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 15th century ദ യൂറോപ്യൻ സ്റ്റാർട്ടഡ് ദെയർ എക്സ്പെൻഡീഷൻസ് ടു സൗത്ത് ആഫ്രിക്ക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയെ ചുരുക്കി എഴുതാം കേട്ടോ. ബൈ ദ 17th century ദ ഡച്ച് ബിക്കെയിം ഇൻഫ്ലുവൻഷ്യൽ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് കേപ്പ് ടൗൺ ബിക്കം ദെയർ മേജർ കോളനി. By the 18th century, the British reached South Africa. കേട്ടോ, 3 വരിയേ ഉള്ളൂ, ചിലപ്പോൾ 3 മാർക്കായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെയാണ് യൂറോപ്യന്മാരുടെ കടന്നുവരവ് എങ്ങനെയായിരുന്നു എന്ന് കേട്ടോ. ഇനി അടുത്ത നിങ്ങൾ നോക്കിയേ, വാട്ട് വെയർ ദ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ബ്രിട്ടീഷ് കോളനീസ് ഓഫ് എസ് എ മീൻസ് സൗത്ത് ആഫ്രിക്ക. ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കിയതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഇവർ ഈ കോളനിയാക്കിയെന്ന് പറഞ്ഞില്ലേ, അവർക്ക് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ കാണത്തില്ലേ കുഞ്ഞുങ്ങളെ? ഒന്ന്, ടു ക്യാപ്ചർ ദ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. നമ്മുടെ ആഫ്രിക്കയുടെ അളവറ്റ സമ്പത്ത് പിടിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ഒന്നാമത്തെ ഇത് കേട്ടോ. എന്തൊക്കെ കുഞ്ഞുങ്ങളെ, ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയെ കോളനി ആക്കിയതിന് അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ബ്രിട്ടീഷ് കൊളോണൈസേഷൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക? ചോദ്യം നല്ലതുപോലെ കേൾക്കണേ. എന്താ? ടു ക്യാപ്ചർ ദ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയുടെ അളവറ്റ സമ്പത്ത് പിടിച്ചെടുക്കുക. പിന്നോ ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്. ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സുപ്രീമസി, ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ആധിപത്യം സ്ഥാപിക്കുക രണ്ടാമത്തെയാണ്. ഇനി ഒരെണ്ണം കൂടെ അതിനകത്തിലുണ്ട്. to make it a temporary point of halt on their journey to Asian continent. ഏഷ്യൻ വൻകരയിലേക്കുള്ള ഇവരുടെ സഞ്ചാരത്തിന് ഇതൊരു ഇടത്താവളമാക്കി എന്നുമാണ്. 3 പോയിന്റാണ്, 3 മാർക്കാണ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് നോക്കിക്കേ, ആരാണ് ഈ ബൂവറുകൾ എന്ന് വെച്ചാൽ ബൂവറുകൾ, ബോയേഴ്സ് എന്ന് വെച്ചാൽ ബൂവറിന് 2 സ്പെല്ലിങ് നമുക്ക് കണ്ട. ബൂവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BOWERS, ബൂവേഴ്സ് എന്ന് വേണേൽ പറയാം അല്ലേ. ടെസ്റ്റിൽ BOERS എന്നാണ് അവിടെ തേക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ഇവർ? ബൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു എന്നാണ്. യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ തലമുറക്കാർ
ആഫ്രിക്കക്കാരെ പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ ബൂവറുകൾ. യൂറോപ്പിൽ നിന്ന് വരുന്ന യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിൻതലമുറക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൂവറുകൾ എന്ന് പറയുന്നത്. ബൂവേഴ്സ് ആർ ദ descendant of the Dutch, French, Germans who came to South America from Europe. Boers is the Dutch word of farmer. കേട്ടോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അത്. വല്ല മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഇവിടെ മലയാളം കൂടെ ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ വായിച്ചത്. യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ്, അതായത് ഡച്ചുകാർ അല്ലേ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ഈ ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. കേട്ടോ, അത് 1 മാർക്കിന് ചോദിക്കാം. ബൂവർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കൃഷിക്കാരൻ കേട്ടോ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ, പിന്നീട് അവരെ എന്തായിരുന്നു, ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ ബൂവറുകളെ കുറിച്ച്. എന്താ നിങ്ങളെ, യൂറോപ്പിൽ നിന്നും പണ്ട് വന്ന ഡച്ചുകാരും ജർമ്മനിക്കാരും ഫ്രാൻസുകാരും തുടങ്ങിയ ഇവരുടെ പിന്നീടുള്ള തലമുറക്കാരെയാണ് നമ്മൾ ബൂവറുകൾ എന്ന് പറഞ്ഞത്. ഇനി ഈ ബൂവർ എന്ന വാക്കിന് കൃഷിക്കാരൻ എന്നാണ് അർത്ഥം അല്ലേ. പിൽക്കാലത്ത് ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടു. ഇവരുടെ ഭാഷയും സംസ്കാരവും ഒക്കെ ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതിയിൽ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. ഡച്ചുകാരിൽ നിന്നും കേപ്പ് കോളനി പിടിച്ചെടുത്ത ഡച്ചുകാരിൽ നിന്നും കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്തെ ചില നയങ്ങൾ നടപ്പിലാക്കി. നമ്മുടെ ഡച്ചുകാരിൽ നിന്നും നമ്മുടെ ഈ ബ്രിട്ടൻ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് കുറേ നിബന്ധനകൾ പറഞ്ഞു. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി, അവരുടെ ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. എല്ലാവരും എന്ത് സംസാരിക്കുക? ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്വം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായിട്ട് അങ്ങ് ബാധിച്ചു. ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ കേപ്പ് കോളനിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രെക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. അവിടെ പടം കൊടുത്തേക്കുന്നുണ്ടോ? ട്രക്കിൽ ഇവരെല്ലാം പോവുക, ഇവിടുത്തെ മതിയാക്കി ഇവിടുന്ന് പോകുന്നുണ്ടോ? എന്താണ് ഈ ഗ്രേറ്റ് ട്രക്ക് എന്നാണ് നമ്മുടെ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഗ്രേറ്റ് ട്രക്ക് എന്താണെന്നാണ് നിങ്ങളെ അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് വെച്ചാൽ വാരി വലിച്ച് എഴുതണ്ട. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്വം നിരോധിച്ചു അല്ലേ. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായിട്ട് അങ്ങ് ബാധിച്ചു. ബ്രിട്ടൻ നടപ്പിലാക്കി ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കേപ്പ് കോളനിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഈ ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രെക്ക് എന്ന് അറിയപ്പെട്ടത്. അത്ര എഴുതിയാൽ മതി കേട്ടോ. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലല്ലേ, പഠിക്കാൻ എളുപ്പമല്ലേ കേട്ടോ. അത് ഞാൻ എഴുതിയിട്ടില്ല. ബൂവേഴ്സ് എന്നാൽ എന്തെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു അല്ലേ. ബൂവേഴ്സ് വെയർ ലേറ്റർ ആണ്. ബൂവറുകളെ പിൻകാലത്ത് എന്താണ് അറിയപ്പെട്ടതെന്ന്. ലേറ്റർ ദേ കെയിം ടു നോൺ ആസ് ആഫ്രിക്കാനർ ആൻഡ് ദെയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആഫ്രിക്കാൻസ്. നമ്മളിപ്പോൾ വായിച്ചായിരുന്നില്ലേ. പിൽക്കാലത്ത് ഈ ജനവിഭാഗത്തെ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ഒക്കെ ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. 12 ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ടെസ്റ്റിൽ ഇതിനകത്തിലില്ലാത്ത ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഞാൻ ടെസ്റ്റിൽ പറയുന്നുണ്ട്. കാരണം ടെസ്റ്റിൽ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഞാനത് വായിച്ച്, ഇംഗ്ലീഷുകാർക്കാണെങ്കിലും വായിച്ച് മലയാളം പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ടെസ്റ്റ് കിട്ടാഞ്ഞുണ്ടാവും നിങ്ങൾ കേട്ടോ. അപ്പോൾ 12 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേറ്റ് ട്രെക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. എവിടൊക്കെയാണ്? ഗ്രേറ്റ് ട്രെക്കിന് എതിരെ തുടർന്ന് ഈ ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു എന്നും പറയുന്നുണ്ട്. അടുത്ത ബൂവർ യുദ്ധങ്ങൾ എന്നാൽ എന്താണ്? അത് ഞാൻ എഴുതിയില്ല. കാരണം നോക്കിക്കേ, ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ആ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അല്ല ഞാൻ തരുന്ന തന്നെ പഠിക്കണമല്ലോ. നിങ്ങളിത് കേട്ടോണേ കുഞ്ഞുങ്ങൾ, എന്നിട്ട് ആ മനസ്സിലായ കാര്യങ്ങൾ എഴുതിയാൽ മതി. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണേ. 19-ാം നൂറ്റാണ്ടിൻ്റെ
അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. എന്താ പറഞ്ഞാൽ ഈ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീനത പ്രദേശങ്ങളിൽ അവർ സ്വർണവും വജ്രവും ഒക്കെ കണ്ടുപിടിച്ചു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായിട്ട് നമ്മുടെ ദക്ഷിണാഫ്രിക്ക അങ്ങ് മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഈ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. എന്താണ്, ഈ ബൂവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് സ്വർണവും ഇതൊക്കെ കണ്ടുപിടിച്ചപ്പം പിന്നെ എന്താണ് ബ്രിട്ടീഷുകാർ വീണ്ടും എന്ത് ചെയ്തു, ഈ ബൂവറെ ഒരുമിച്ച് കൂട്ടാമെന്ന്, കാരണം അവർ താമസിക്കുന്നിടത്ത് ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വീണ്ടും കൂട്ടുകൂടാമെന്നും പറഞ്ഞ് വീണ്ടും വരുന്നതാ അല്ലേ. അന്നേരം എന്താ, ഈ ബ്രിട്ടീഷുകാരും ബൂവറും തമ്മിൽ വീണ്ടും യുദ്ധം അല്ലേ, ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. ഇനി ഒന്നാം ബൂവർ യുദ്ധം എന്നാൽ എന്താണ്? കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം 1880-81 ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം ബൂവർ യുദ്ധത്തിൽ ഈ സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഇനി ഇവിടെയുള്ള കണ്ടോ, ഖനികൾക്ക് എന്ത് ചെയ്തു, നികുതി ഏർപ്പെടുത്തി. അപ്പോഴോ ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം 1899 മുതൽ 1902 മുതൽ 902 വരെ ആയിരുന്നു അല്ലേ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. വെരിനിഗിങ് സന്ധി, പേര് നോക്കണേ നിങ്ങൾ, വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലിരുന്ന സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ. അടുത്ത നമ്മൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എന്നതാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിലെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്കെറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്കെറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബെർത്ത് ഉണ്ടായിരുന്നു. ഡർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി എന്നാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. ഇത് പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിൻ്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർക്ക് മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. രണ്ടാം ബൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങി സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്ര
രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പം ഈ വായിച്ചതിൽ നിന്നും വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം ഏതായിരുന്നു? ദ ഇയർ ഗാന്ധിജി അറൈവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക 1893. എ ഡെയിലി സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ആഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ദ കൺട്രി വാസ് നോൺ ആസ് ഗാന്ധിജി പൊളിറ്റിക്കൽ ലബോറട്ടറി. സൗത്ത് ആഫ്രിക്ക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയായിരുന്നു. വിച്ച് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ഡിഡ് ഗാന്ധിജി ട്രൈ ഇൻ സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സമര രീതികൾ ഏതെല്ലാമായിരുന്നു? നമ്മൾ ഈ ഇപ്പോൾ വായിച്ചതിൻ്റെ അത്രയും വൺ വേർഡുകളാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സമര രീതികൾ 3 എണ്ണമാണ്. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം. സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ് എന്നീ ഇത്രയെണ്ണമാണ്. അപ്പം 16 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം പറഞ്ഞ 3ഉം 4 എണ്ണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ, ഇപ്പം ഈ വായിച്ചതിൽ നിന്നും എടുത്തത്. അപ്പം 16 എണ്ണത്തെക്കുറിച്ച് ഓക്കെ ആണല്ലോ, 16 എണ്ണം. ഇനി അടുത്തത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 5 പോയിൻ്റായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു? ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയായിരുന്നു നോക്കിക്കേ. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. നിങ്ങൾ ഓരോ പോയിൻ്റായിട്ട് അത് എഴുതണം. അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം എന്തായിരുന്നു? ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായിരുന്നു എന്നൊന്നൊന്ന് കൊടുക്കുക. 2, ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. 3, പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങി മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. അടുത്ത, കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിൻ്റെയൊക്കെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 മാർക്കിൻ്റെയൊക്കെ ചോദ്യമാണ്. നല്ല 5 പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നതും. അത് നിങ്ങൾ വൃത്തിയായിട്ട് പോയിൻ്റായിട്ട് എഴുതിക്കോളാം കേട്ടോ. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തലുകളും നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നു. ദക്ഷിണാഫ്രിക്കയിൽ വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും ഒക്കെ കൊണ്ടു നോക്കിയ ഓരോന്നും. 1, ഖനി തൊഴിൽ നിയമം, ദ മൈൻ ആൻഡ് വർക്ക് റെഗുലേഷൻസ് ആക്ട്. ഖനി തൊഴിൽ നിയമം, അതിനകത്തിൽ എന്താ? വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്കായി മാത്രം അവർ സംവരണം ചെയ്തു. നല്ല ജോലികളെല്ലാം, അതാണ് ചുരുക്കം, നല്ല ജോലി, നല്ല സാലറി കിട്ടുന്ന ജോലികളെല്ലാം അവരെന്താ വെളുത്ത വർഗ്ഗക്കാർക്കായി മാത്രം അവർ സംവരണം ചെയ്തു. 2, നേറ്റീവ് ലാൻഡ് ആക്ട്, പ്രാദേശിക ഭൂനിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ലായിരുന്നു. പിന്നെ പ്രാദേശിക നഗരപ്രദേശ നിയമം, ദ നേറ്റീവ് അല്ലെങ്കിൽ അർബൻ ഏരിയ ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം അവരേർപ്പെടുത്തി. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം, സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് വോട്ട് ആക്ട്. അതായത് കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അപ്പം ഓരോ ഈ 3-4 എണ്ണത്തിനും എന്താണ് ഇവർ ഇപ്പം പ്രാദേശിക പ്രദേശ നിയമം എന്തുവാന്ന് ചോദിച്ചാൽ എന്താ? കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അറിയാമോ നിങ്ങളെ? ഇംഗ്ലീഷ് വായിക്കണം, എല്ലാവരും ടെസ്റ്റിലുണ്ടല്ലോ.
ദ മൈൻസ് ആൻഡ് വർക്ക് റെഗുലേഷൻ ആക്ട്, നേറ്റീവ് ലാൻഡ് ആക്ട്, നേറ്റീവ് അല്ലെ അർബൻ ഏരിയാസ് ആക്ട്, സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ട് ആക്ട്. സ്കിൽഡ് വർക്ക് വെയർ റിസർവ്ഡ് ഓൺലി ഫോർ ദീസ് വൈറ്റ്. ദ ബ്ലാക്ക് വെയർ അലോക്കേറ്റഡ് സ്പെഷ്യൽ ഏരിയ കാൾഡ് റിസർവ് ആൻഡ് വെയർ നോട്ട് അലൗഡ് ടു പർച്ചേസ് ലാൻഡ് ഇൻ അതർ ഏരിയ. ബ്ലാക്ക് വെയർ റിസ്ട്രിക്റ്റഡ് ഫ്രം എൻറ്ററിങ് സിറ്റീസ്. ബ്ലാക്ക് വെയർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ട് ലിസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് കേട്ടോ. അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നെൽസൺ മണ്ടേല. അപ്പോൾ നെൽസൺ മണ്ടേലയെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. റോലിഹ്ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചിലപ്പോൾ നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥ പേരെന്താന്ന് ചോദിക്കും കേട്ടോ. പിന്നെ പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കെനി ഫാന്നിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു എന്നാണ്. നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ്. നോക്കി, അദ്ദേഹത്തെക്കുറിച്ചൊരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിംഗേൻ, പേര് നോക്കണേ, എംഡിംഗേൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിംഗേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എന്ന് എനിക്ക് അറിയില്ല. അതാണ് ഫസ്റ്റ് ബോക്സിൽ കൊടുത്തത്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രി ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെട്ടിരുന്നു. രാത്രിയിലോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു എന്നാണ് രണ്ടാമത്തേതിൽ. ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥകളെക്കുറിച്ച് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്തായിരിക്കും? അതൊരു ചോദ്യം കേട്ടോ. എന്തായിരിക്കും നിങ്ങളെ, എന്തിനായിരിക്കും ടീച്ചർ ആ പേര് നൽകിയത്? അതൊരു ചോദ്യം കേട്ടോ. എന്തായിരിക്കും നിങ്ങളെ, അതൊരു ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയിലെ ഇംഗ്ലീഷ് ഭാഷാ വിധേയത്വമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഇംഗ്ലീഷ് വരിക. അക്കാലത്ത് ആഫ്രിക്കയുടെ ഇടയിൽ ഇത് പതിവായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ദക്ഷിണാഫ്രിക്കയിൽ ശക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ കേട്ടോ. ചുരുക്കി അത് പറയുന്നതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ചോദിക്കാൻ വഴിയില്ല. ഇനി അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ എന്തെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിടുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ വരെ പറഞ്ഞിട്ടില്ലേ, നോക്കിക്കേ. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ, കാണാൻ പറ്റുന്നുണ്ടോ? ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ സമര രീതികളും ഉൾപ്പെടുത്തി ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാട്ടോ. എങ്ങനെ തയ്യാറാക്കും? Gandhiji's opinions on the racial discriminations prepared in South Africa, including the method of strike adopted by him. ചോദ്യമാണ് ഉത്തരം. ഗാന്ധിജി വാസ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ബൈ ദ racial discriminations that prevailed in South Africa. എന്ന് വെച്ചാൽ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വംശീയ വിവേചനം എന്ന് വെച്ചാൽ എന്താ? റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വംശീയ വിവേചനം. ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം. ഇത് ഗാന്ധിജിയെ ഡീപ്ലി ഡിസ്റ്റർബ്ഡ്, ഇത് വല്ലാതെ അസ്വസ്ഥനാക്കി എന്നാ പറയുന്നത്.
ഗാന്ധിജി വാസ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ബൈ ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വംശീയ വിവേചനം നമ്മുടെ ഗാന്ധിജിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ആൾ ഹ്യൂമൻ ബീയിങ് ആർ ഈക്വൽ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് കളർ. ജാതി, മതം, നിറം ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ഈ വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി ക്രിട്ടിസൈസ്ഡ് ദ ഡിസ്ക്രിമിനറി ലോ യൂസ്ഡ് ടു സെപ്പറേറ്റ് ഇന്ത്യൻസ് ഫ്രം വൈറ്റ്. ഇന്ത്യക്കാരെ വെള്ളക്കാരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിച്ച വിവേചനപരമായ നിയമങ്ങളെ അദ്ദേഹം വിമർശിച്ചു. എന്നുവെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യുക വെച്ചാൽ വിമർശിക്കുക. ഗാന്ധിജി എക്സ്പെരിമെൻറ്റഡ് വിത്ത് സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. സത്യാഗ്രഹവും നിസ്സഹരണവും നിയമലംഘനവും ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ചു എന്നാണ്. അപ്പം ഇംഗ്ലീഷുകാർ ഈ 4 പോയിന്റ് എഴുതിയെടുക്കുക, മലയാളംകാർ കുഞ്ഞുങ്ങളെ ഈ 4 പോയിന്റ് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം എന്തെല്ലാമായിരുന്നു എന്നാണ് കേട്ടോ. അത് 18ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അത് ഞാൻ ടെസ്റ്റിൽ പറഞ്ഞതാണ്. മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ ആരെല്ലാമാണ്? മേജർ ലീഡേഴ്സ് ഹൂ വർക്ക്ഡ് എലോങ് വിത്ത് മണ്ടേല. മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആരൊക്കെയുണ്ട്? വാൾട്ടർ കേട്ടോ, പേര് നോക്കണേ. പിന്നെ ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു കേട്ടോ, ടുട്ടു മോനുണ്ട്, ടാംബോ, സിസിലു. പഠിക്കാൻ എളുപ്പമല്ലേ, ഈ ലാസ്റ്റുള്ള സിസിലു, താംബോ, ടുട്ടു അത് എളുപ്പം അല്ലേ. വാൾട്ടർ, ഒലീവർ, ഡെസ്മണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്ര 20 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നു, ടെസ്റ്റ് വായിച്ചു. ഇനി നമുക്ക് വർണ്ണവിവേചനം അപ്പാർത്തീഡ് നമുക്ക് അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും മനസ്സിലാവുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇടാം കേട്ടോ. നോട്ട് വേണമെന്നുള്ളവരും കമൻറ്റ് ബോക്സിൽ പറയണേ. അതെല്ലാം മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.